വീണ്ടും നിങ്ങളോടൊപ്പം ഈ ദൈവിക ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നൽകി തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ നടുവില് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങള്, വിടുതലുകള്, സൗഖ്യം, ദൈവം തരുന്ന ദൈവിക സമാധാനം, ഇതെല്ലാം ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഒരു ദുർദിനത്തിൽ കൂടി നമ്മൾ കടന്നു പോകുകയാണ്. സഭ കടന്നു പോകുന്നു, ലോകം കടന്നു പോകുന്നു. എന്നാൽ അതിന്റെയൊക്കെ നടുവില് ഈ ഏക ദൈവത്തെ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ദൈവം സമാധാനിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന കൃപയോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായത്തില് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എബ്രായ ലേഖനത്തിന്റെ മറ്റാഴങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 2 വാക്ക് പറയാതെ നമുക്കിത് തുടങ്ങിയാൽ നമുക്കതിന്റെ ആഴത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. എബ്രായ വിശ്വാസികൾ അവരുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയിട്ട് അവർ വീണ്ടും അവരുടെ പഴയ ആരാധന രീതികൾ എന്ന് പറഞ്ഞാല് അവർ ജഡത്തിലുള്ള അവരുടെ ആരാധന, അർത്ഥം മനസ്സിലാക്കാത്തുള്ള ആരാധന, എന്തിനെ ആരാധിക്കുന്നു എന്ന് അറിയാതുള്ള ആരാധന, അത്തരമുള്ള ആരാധനയിലേക്ക് അവർ മടങ്ങിപ്പോകാൻ കാരണം മറ്റൊന്നുമല്ല, അത് യഹൂദന്മാരാൽ തന്നെ അവർക്ക് ഉപദ്രവങ്ങൾ നേരിടാനായിട്ട് തുടങ്ങി. ഇത്രയും നാൾ നീ ഞങ്ങളുടെ കൂടെ ഒക്കെ ആരാധിച്ചതല്ലേ, ഇപ്പൊ എന്താ നിനക്കിപ്പോ ഒരു പുത്തൻ ഒരു ഉണർവ്, ഒരു പുതിയൊരു കർത്താവിനെ നിനക്ക് കിട്ടിയിരിക്കുന്നു. ആരായി യേശു, ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന യേശു. ഈ നാളുകളൊക്കെ ഈ ദേവാലയത്തിൽ നീ കൂടി വന്ന് ഞങ്ങളോടൊപ്പം ഈ യാഗങ്ങളൊക്കെ കഴിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതല്ലേ, ലീഗലിസ്റ്റിക്കായിട്ട് നീ ജീവിച്ചതല്ലേ, എന്തുവായിരുന്നു കുഴപ്പം? ഇപ്പൊ എന്താ ഒരു പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് യഹൂദന്മാരാൽ തന്നെ ഉപദ്രവിക്കപ്പെടുന്ന യഹൂദ വിശ്വാസികള് അവർക്ക് ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ അത് അവർ പഴയതിലേക്ക് അവർ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഇന്ന് ശരിക്കും ക്രിസ്തീയ ലോകത്തിൽ നമ്മൾക്കത് കാണാൻ സാധിക്കുന്നു. ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെ അവരുടെ പഴയ വിശ്വാസത്തിലേക്ക്, അതൊരു പക്ഷെങ്കില് അവര് ഹിന്ദുവിസത്തിൽ നിന്ന് വന്നെങ്കിൽ അങ്ങോട്ട് മടങ്ങിപ്പോകുന്നു, ജാതീയ വിശ്വാസത്തിൽ നിന്ന് വന്നവരൊക്കെ അങ്ങോട്ട് മടങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമാണ് ഇവിടെ കാണുന്നത്. ഇവർ യഹൂദന്മാര് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് അവർ ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്ന ആ യാഗത്തിലേക്കും ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്ന ആ ദൈവാലയത്തിലേക്കും ക്രിസ്തു എന്ന ആലയത്തിനെ വിട്ടിട്ട് യേശു പറഞ്ഞു, ഈ ആലയം നിങ്ങൾ തകർക്ക് 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. ആ ആലയത്തെ വിട്ടിട്ട് അവർ ദൈവാലയം എന്ന ആ കല്ലുകൊണ്ടുള്ള ദൈവാലയത്തെ ദൈവമാക്കിക്കൊണ്ട് ആരാധിക്കുവാനായിട്ട് അവർ മടങ്ങിപ്പോവുക. അവരെ നോക്കിക്കൊണ്ട് ഈ എബ്രായ ലേഖന കർത്താവ് പറയാ, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ നിങ്ങൾ കരുതിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഈ അവസാന നാളുകളിൽ നിങ്ങൾ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാൻ ഇടയാകരുത്. പഴയ നിയമത്തില് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചവരുടെ ഹൃദയത്തെ കഠിനമാക്കി. അത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചിരിക്കുക. അതുപോലുള്ള ഒരു അനുഭവം, ഹൃദയത്തെ കഠിനമാക്കുന്ന അനുഭവം. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. നിങ്ങളിപ്പോഴും ആദ്യത്തേതിനകത്ത് തന്നെ നിൽക്കുക. എന്താണ്? നിർജീവ പ്രവർത്തികളാകുന്ന മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നരകം, സ്വർഗം, ഇതിനെക്കുറിച്ചൊക്കെ മാത്രമൊക്കെ ഇങ്ങനെ പഠിച്ചും എടുത്തും എനിക്ക് അനുഗ്രഹം വേണം, എന്റെ വിഷയത്തിന് മറുപടി വേണം, അങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ നിൽക്കുക. എബ്രായർ 6 പറയുന്നു, നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ടൊന്ന് വിട്ടിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വിട്ടിട്ട്, ഇത് വേണ്ടെന്നല്ല പറഞ്ഞത്, ഇതങ്ങോട്ട് വിട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ വെക്കണം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അവിടെ നിൽക്കല്ല, നിങ്ങൾക്ക് ദീർഘദൂരം പോകേണ്ടതായിട്ടുണ്ട്. പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ ഈ ദുർദിവസങ്ങളിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. അതാണ് അതിന്റെ വലിയൊരു ആപത്ത് ഇവിടെ നമുക്ക് ഈ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് 11-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരിക. നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട്, നിങ്ങൾക്ക് ഉദാഹരണമായിട്ട്, ഇതാ ഞാനൊരു വിശ്വാസ വീരന്മാരുടെ പട്ടിക ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വിശ്വാസത്തിന്റെ ഒരു നിർവചനം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഭാഗം എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു വാക്യമാണ്.
കാണാതെ, എന്തിനെയോ കാണാതെ കണ്ണുമടച്ച് അങ്ങനെ അങ്ങ് പോകുന്നത്, അതാണ് വിശ്വാസം എന്നുള്ള ഒരു മിഥ്യാധാരണ, എന്നൊരു തെറ്റായ ഒരു ധാരണ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടമാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾക്ക് ചിലത് പഠിക്കാനായിട്ട് സാധിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു 2 വരി പറയട്ടെ. വിശ്വാസം, അതിന്റെ ഫോക്കസ് നമ്മുടെ കർത്താവാണ്. അവനാണ് വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നത്. അവനാണ് തുടക്കം, അവനാണ് ഒടുക്കം. അവനാണ് നമ്മളെ കരുത്തിൽ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ആ ട്രാക്കിൽ കൂടി ഓടുന്നത്. വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട് വിശ്വാസത്തിന്. അത് വെറുതെ അങ്ങ് കണ്ണുമടച്ചിരിക്കുന്നതല്ല വിശ്വാസം. എന്തിനെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓരോരുത്തർ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ അവർ പറയുന്നൊരു വാക്ക്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എന്ത് വിശ്വാസം? എന്ത് വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നത്? എന്ത് വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ ഈ പറയുന്നത്? ദൈവവചനത്തിലുള്ള വിശ്വാസം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് മരിച്ചുവെന്നും അവൻ ഏകസത്യ ദൈവമാണെന്നും അവന്റെ ശരീരമാകുന്ന ദേഹമെന്ന തിരശ്ശീലിൽ കൂടി മാത്രമേ എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനമുള്ളൂ എന്നും അവനാണ് എന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനെന്നും ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാകുന്ന ദൈവവചനത്തിലുള്ള വിശ്വാസം. അല്ലാതെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, എന്ത് വിശ്വാസം? ആ വിശ്വാസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ നാളുകളിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിത്തറയുണ്ട്. അടിത്തറ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം. എന്റെ നിങ്ങളുടെയും കരങ്ങളിൽ ഇരിക്കുന്ന ഈ കറുത്ത പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ എഴുതിയിരിക്കുന്ന കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് ജീവനുള്ള വചനമാ. അത് സന്ധിമജ്ജകളെ ഭേദിപ്പിക്കുന്ന വചനമാ. അത് ഇരുവായ്ത്തുള്ളേത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാ. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു കോപ്പി എന്റെ നിങ്ങളുടെയും കയ്യിലുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. നമ്മുടെ വിശ്വാസത്തിനൊരു ഫോക്കസ് ഉണ്ട്, ദൈവമാണെന്ന്. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി? അതെങ്ങനെ എന്റെ ജീവിതത്തിൽ ശക്തിയായി തീരുന്നത്? എന്റെ അനുസരണം നിമിത്തം. ഞാൻ അനുസരിക്കുന്ന നിമിത്തം, ഈ വചനത്തെ അനുസരിക്കുമ്പോൾ മാത്രമേ എന്റെ വിശ്വാസം അത് ശക്തിയായിട്ട് എന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കത്തുള്ളൂ. ദൈവത്തിന് സകലരോടും കരുണ തോന്നുന്നു. അത് പിന്നെ പണ്ഡിതനോടും പാമരനോടും കറുത്തവനോടും വെളുത്തവനോടും ഹിന്ദുവിനോടും മുസ്ലിമിനോടും, അവന് ആർക്കും വേറെ വേറെ മഴയും ആർക്കും വേറെ സൂര്യനെ ഒന്നും ദൈവം നിശ്ചയിച്ചിട്ടില്ല. അവന്റെ സൃഷ്ടികളോടെല്ലാം ദൈവത്തിന് കരുണയുണ്ട്. എന്നോട് കരുണ തോന്നുന്നത് പോലെ എന്റെ അയൽക്കാരനോട് ദൈവത്തിന് കരുണ തോന്നുന്നു. ദൈവത്തിന് കരുണ തോന്നുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് പ്രസാദം എന്നുള്ളൊരു തെറ്റായ ധാരണ നമുക്കുണ്ടാവരുത്. ഞാൻ എവിടെ നിൽക്കുന്നു ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. ഞാൻ ഇപ്പോഴും വിശ്വാസത്തിലാണോ നിൽക്കുന്നത്? ഞാൻ ഇപ്പോഴും വചനത്തിലാണോ നിൽക്കുന്നത്? പൗലോസ് എപ്പോഴും അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു? ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു വാക്യത്തില് ഒരു വലിയൊരു കപ്പല് തുറമുഖത്ത് ഇടുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ആങ്കർ ഘടിപ്പിച്ചിട്ടാണ് അവിടെ ഇടുന്നത്. അതിനൊരു നങ്കൂരമുണ്ട്. അത് വെള്ളത്തിലാണ് എപ്പോഴും കിടക്കുന്നത്. അതിന്റെ അവിടുത്തെ ഉറപ്പെന്ന് പറയുന്നത് നങ്കൂരത്തെ ആശ്രയിച്ച അതിന്റെ കിടപ്പ്. കാര്യം കടൽ എപ്പോഴും അത് അലറാൻ സാധ്യതയുണ്ട്, തിരമാല വരാൻ സാധ്യതയുണ്ട്, ഏറ്റവും വേലി ഇറക്കവും വരാൻ സാധ്യതയുണ്ട്. ഈ കപ്പൽ എപ്പോഴും അത് ഈ ഓളത്തിന്റെ മീതിയാണ് നിൽക്കുന്നത്. അതിന്റെ ഏക നിൽപ്പ് ബലം എന്ന് പറയുന്നത് ഈ ആങ്കർ. എന്നതുപോലെ ഈ ലോകത്തിന്റെ തിരമാലകളുടെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്കൊരു നങ്കൂരമുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവ് യേശു ക്രിസ്തുവിൽ നങ്കൂരം ഉറപ്പിച്ചത് മാത്രമേ ഈ ലോകത്തിന്റെ ഓളത്തിനകത്ത് അല്പമൊക്കെ ചലിച്ചെന്ന് പറഞ്ഞാലും നിന്നു പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ലേഖകൻ പറയുന്നു, വല്ലപ്പോഴും നിങ്ങൾ ഒഴുകിപ്പോകരുത്. ഈ നങ്കൂരത്തിന് എന്തെങ്കിലും ബലക്ഷയം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ നങ്കൂരവുമായിട്ടുള്ള കണക്ഷൻ ഈ കപ്പൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാണിംഗ് നമുക്കിവിടെ ഈ പുസ്തകത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മറ്റൊന്ന്, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മുൻപിൽ വരുമ്പോൾ ഉയർന്നു വരുന്ന എന്തോ ഒരു സംഭവമല്ല വിശ്വാസം. ഇതെവിടെ വരെയാ? ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്? മരണം വരെ.
മരണം വരെ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇതിന്റെ ഡെസ്റ്റിനി, എന്നിലും നിങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ഡെസ്റ്റിനി അത് മരണം വരെ. വെളിപ്പാട് പുസ്തകം പറയുന്നു മരണപര്യന്തം വിശ്വസ്തതയുള്ളവരായിട്ടിരിക്കുക. മരണപര്യന്തം, മരണം വരെ എന്ന് പറയുന്ന വിശ്വാസത്തിനാണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ. എബ്രായ ഭാഷയിൽ വിശ്വാസത്തിനും വിശ്വസ്തതയ്ക്കും ഒരേ വാക്ക് എമൂണ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഭാവിയുണ്ട്, അതാണ് വിശ്വസ്തത ടിൽ ദ ഡെത്ത്. അതുപോലെ തന്നെ ഈ വിശ്വാസം ദൈവം ടെസ്റ്റ് ചെയ്യും. ഇത് വെറുതെ നമ്മുടെ കയ്യിൽ കൃപയാൽ തന്നിട്ട് ദൈവം കണ്ണുമടച്ചിരിക്കത്തില്ല. ഇത് ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ ദൈവം ഇതിനൊരു പരീക്ഷയിടും, ഇത് ടെസ്റ്റ് ചെയ്യും. ദ ടെസ്റ്റഡ് ഫെയ്ത്ത് ക്യാൻ ബി ട്രസ്റ്റഡ്. അത്തരം ഒരു ഫെയ്ത്ത് മാത്രമേ ദൈവത്തിന് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ടെസ്റ്റ് ചെയ്ത് പാസ്സാകാത്തൊരു വിശ്വാസം കൊണ്ട് നമ്മൾക്കൊരു വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തില്ല. മറ്റൊന്ന് നമ്മൾ അറിയണം, ഫെയ്ത്ത് ഈസ് നോട്ട് മിയർലി എ പോസിറ്റീവ് കൺഫെഷൻ. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ പറയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. വചനം നമ്മൾ കൺഫസ് ചെയ്യണം. ശരിയാ, വചനം നമ്മൾ കൺഫസ് ചെയ്യണം. അനുസരണത്തോടു കൂടിയാ ചെയ്യേണ്ടത്. നമ്മൾ അനുസരണമില്ലാതെ ഏതെങ്കിലുമൊക്കെ വചനം എടുത്തിട്ട് നമ്മൾ കൺഫസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അത് വിശ്വാസമല്ല. അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മിയർലി എ പോസിറ്റീവ് കൺഫെഷൻ വിത്തൗട്ട് ഒബീഡിയൻസ്. അനുസരണമില്ലാതെ കൊണ്ട് ഒരു പോസിറ്റീവ് കൺഫെഷൻ ഒരിക്കലും ഫെയ്ത്ത് അല്ല. ഈ വിശ്വാസം, ഈ എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന നമ്മളെ വിശ്വാസം ദൈവത്തിന് പ്രസാദമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു സന്തോഷ വർത്തമാനമുണ്ട്, ഈ വിശ്വാസത്തിന് നമുക്കൊരു പ്രതിഫലമുണ്ട്. ദെർ ഇസ് എ റിവാർഡ്. ഇതിനൊരു പ്രതിഫലം നമുക്കുണ്ട്. ഈ വിശ്വാസത്തിനൊരു വളർച്ചയുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിശ്വാസം ആയിരിക്കരുത് എനിക്ക് ഇന്നത്തെ വിശ്വാസം. കഴിഞ്ഞ നാളുകളിലെ എന്റെ അനുഭവങ്ങൾ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കണം. ചിലപ്പം ബിറ്ററായി പോകാൻ സാധ്യത, ബെറ്റർ ആവുകയാണോ നമ്മള് സാഹചര്യങ്ങളുടെ നടുവിൽ ചിന്തിക്കണം. അതുപോലെ വിശ്വാസം ഒരിക്കലും പാസീവ് അല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കും, ദൈവമെല്ലാം ചെയ്യുമെന്നുള്ളതല്ല. വിശ്വാസം ആക്റ്റീവാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ആക്റ്റീവാണ്. നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഡിസിഷനിൽ വിശ്വാസം വെളിപ്പെട്ടു വരണം. ഈ വിശ്വാസത്തെ കുറിച്ച് 11-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം ദൈവത്തിന് പ്രസാദമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. അപ്പോൾ ഞാൻ വിശ്വാസത്തെ കുറിച്ച് ഒരു നിർവചനമാണ് ചില വാക്കുകളിൽ കൂടി പറയാനായിട്ട് ശ്രമിച്ചത്. അതിനെ ആധാരപ്പെടുത്തിക്കൊണ്ട് ഇതിലെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. അപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ, ഇതിനകത്ത് ആദ്യം തുടങ്ങുന്ന ക്യാരക്ടർ ആരാ? 4-ാമത്തെ വാക്യത്തില് ഹാബേലിനെ കുറിച്ചാ പറയുന്നത്. ഹാബേലിന്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആര്? ഹവ്വയും ആദമും. ആദ്യത്തെ സൃഷ്ടിയുടെ മകുടം, ആദ്യ പിതാവ് എന്നൊക്കെയുള്ള പേരിന് ഉടമകളായ ആദമും ഹവ്വയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക തുടങ്ങുന്നത് ഹാബേലിലാ തുടങ്ങുന്നത്. ഹാബേലിൽ തുടങ്ങുന്നു. 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ ഹാബേൽ കായീനിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ ഒത്തിരി സ്പർശിച്ച ആ വാക്യം. മരിച്ച ശേഷവും വിശ്വാസത്താല് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആര്? മറ്റുള്ളവരല്ല സംസാരിക്കുന്നത്, അവൻ തന്നെ സംസാരിക്കുന്നു. മരണശേഷവും സംസാരിക്കുന്ന ഒരു വ്യക്തി, അതാരാണ്? ഹാബേല്. ഇതെങ്ങനെ സാധ്യമാകുന്നു? ഇവിടെ യാഗം കഴിച്ചെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ യാഗം കഴിച്ച സ്ഥലത്തൊന്നും ഹാബേൽ ഒന്നും സംസാരിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ മരിച്ച ശേഷം സംസാരിക്കുന്ന ഒരു ഹാബേലിനെ കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ പ്രവൃത്തി സംസാരിക്കുന്നു. അവൻ ചെയ്ത പ്രവൃത്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. പലരുടെയും ജീവിത അവസാനം കഴിയുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികൾ സംസാരിക്കുന്നത് നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുക. അത് പൊളിറ്റിക്കൽ തലങ്ങളിലും ഒക്കെ അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജനങ്ങളിൽ കൂടി എന്നതുപോലെ ഹാബേലിനെ കുറിച്ച് അവിടെ പറയുന്നത് അവൻ വിശ്വാസത്താല് സംസാരിച്ചുകൊണ്ട്. എന്നാൽ ഹാബേലിൽ കൂടി സംസാരിച്ചത് മറ്റൊരു കാര്യം, വ്യത്യസ്തമായ മറ്റൊരു തലത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഹാബേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കായിനെ നമുക്ക് വിട്ടുകളയാൻ കഴിയത്തില്ല.
കായിനെ വിട്ടുകളയാൻ കഴിയത്തില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം എങ്ങനെ പ്രസാദിച്ചെന്നും ആ യാഗം എന്തായിരുന്നു എന്നുള്ളതൊക്കെയും അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ കായിനെ കൂടെ നമ്മളൊന്ന് അടുത്ത് ചേർത്ത് പിടിച്ചു നിർത്തണം. ഒരു കാര്യം ഓർക്കണം, രണ്ടുപേരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ, ഒരേ ഭവനത്തില് വളർന്നവര്, ഒരേ ഉപദേശം കിട്ടിയവര്, ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചവര്, ഒരുപോലെ കളിച്ചു വളർന്നവര്. അങ്ങനെയുള്ള ഈ രണ്ടുപേരെ കുറിച്ച് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേര്, കായീന്, ഹാബേല്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് കായീനെ കുറിച്ചും ഹാബേലിനെ കുറിച്ചും പറയുന്നത്. കായീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അക്വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് നേടിയത് എന്നാണ് കായീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. കർത്താവിൽ നിന്ന് ആർജിതമായത്, കർത്താവിൽ നിന്ന് നേടിയെടുത്ത, കർത്താവിൽ നിന്ന് കൈവരിച്ച ഒരു സന്തതി എന്നാണ് കയീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഒന്ന് ഓർത്തു നോക്കണം, അവരുടെ ആദ്യ സന്തതി അങ്ങോട്ട് അവർക്ക് ജനിച്ചപ്പോൾ, ആദ്യത്തെ കൺമണി ജനിച്ചപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അവർ അനുസരണക്കേടൊക്കെ കാണിച്ചെങ്കിൽ ഈ അനുസരണക്കേടിന്റെ അനന്തരഫലം എത്രത്തോളം ആഴമാണെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ അന്നേരം സാധിക്കുന്നില്ല. ഇത് മരണം സകല മനുഷ്യരിലേക്കും പകരുന്നുവെന്നോ, ഇത് മനുഷ്യന്റെ ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നോ ഒരു പക്ഷെങ്കില് ആദമിനും ഹവ്വയ്ക്കും മനസ്സിലാക്കുവാനുള്ള കഴിവ് അന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ പൈതൽ ജനിച്ചപ്പോൾ തന്നെ ഇവർ കേട്ട ഒരു പ്രോമിസ് ഇവരുടെ ഹൃദയത്തിലുണ്ട്. എന്താണ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഒരു പ്രോട്ടോ ഇവാഞ്ചലിസമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ നട്ട്ഷെല്ലില് അതിന്റെ ഒരു ക്രോസ് ഡൈസെക്ട് ചെയ്ത ഒരു ചെറിയ ഭാഗം ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ എലാബറേറ്റ് ചെയ്തതാണ് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. അതിന്റെ പ്രദർശനമാണ് നമ്മൾ കാൽവരി ക്രൂശിൽ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് പ്രവാചകന്മാർ പ്രവചിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പുത്രൻ ജനിച്ചപ്പോൾ ഇവർ തീർച്ചയായിട്ടും വിചാരിച്ചു, സ്ത്രീയുടെ സന്തതി, ഇതാ സ്ത്രീയുടെ സന്തതി വന്നിരിക്കുന്നു, സർപ്പത്തിന്റെ തലയെ തകർക്കുവാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് അവന് പേരിട്ടു അക്വേർഡ് ഓഫ് ദ ലോർഡ്, കർത്താവിൽ നിന്ന് നേടിയത് കായീൻ എന്ന് പേരിട്ടു. അടുത്ത പുത്രൻ ജനിച്ചു, ഹാബേൽ എന്ന് അവന് പേരിട്ടു. ഹാബേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്രത്ത്, ഒരു ശ്വാസം, വെറും ഒരു ശ്വാസം, ഒരു ആവി, വേപ്പർ അല്ലെങ്കിൽ വാനിറ്റി എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ഓർത്തു ഹാബേൽ എന്നുള്ള പേരിന് അതെങ്ങനെ അർത്ഥം അതിനെ എങ്ങനെ ചേർന്നു പോകുമെന്ന്. എന്നാൽ ഹാബേലിന്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഒരു ബ്രത്ത് പോലെ ആയിപ്പോയി, അല്ലേ? ഒരു വേപ്പർ പോലെ ആയിപ്പോയി. രാവിലെ മുളച്ചു വരുന്നതും വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്നതുമായ പുല്ലിനോട് തുല്യമായിട്ട് വളരെ കുറച്ചു കാലം മാത്രം അവൻ ജീവിച്ച് അതെ ഉത്തമമായ ഒരു യാഗം കഴിച്ച് ജീവിതം തീർത്ത ഒരു ജീവിതമായിരുന്നു ഹാബേലിന്റെ ജീവിതം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണാം, ദൈവം നോക്കിയപ്പോൾ അവൻ ഉത്തമമായ ഒരു യാഗം കഴിച്ചു. കായീന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമായില്ല. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്? ഹാബേൽ ഒരു ആട്ടിടയനായിരുന്നു, കായീന് ഫീൽഡിൽ ജോലി ചെയ്യുന്നവനായിരുന്നു. അവൻ നിലത്തെ വിളവ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തിരഞ്ഞെടുത്തവനായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവർക്കുണ്ടായിരുന്നത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കും, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ആദ്യത്തെ നമ്മുടെ ഒരു ചിന്ത വരുന്നത് ദൈവം പാർഷ്യലായിരുന്നു. അപ്പോഴ് നമ്മുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ, അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ് എങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഇതിനെ ഒരു നീതി പുലർത്താനായിട്ട് പറ്റും? എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? ദൈവം ഇവിടെ പാർഷ്യലായിരുന്നു. ദൈവം ഒരാളോടൊരു ഫേവറിസം കാണിച്ചു. കായീനെ എന്തുകൊണ്ട് ദൈവം മാറ്റി നിർത്തി? അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4:3 നമുക്ക് വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവര് എന്താണ് ഇവിടെ ചെയ്തതെന്ന്. 4:3 ഇങ്ങനെയാ വായിക്കുന്നത്: കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലികളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ രണ്ടുപേരും കൊണ്ടുവരേണ്ട വഴിപാടിനെ കുറിച്ചും ദൈവത്തിന് അർപ്പിക്കേണ്ട യാഗത്തെ കുറിച്ചും രണ്ടുപേരും ഒരുപോലെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഭവനത്തിൽ നിന്നും കേട്ടുവരാ. കുറെ കാലം എന്നവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കുറെ കാലം അതിന് പല ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, അറ്റ് ദ എൻഡ് ഓഫ് ഡേയ്സ് എന്നൊക്കെയാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്താണ്.
അപ്പോൾ ഒരു നിശ്ചിത സമയത്തിന് ദൈവത്തിന് വേണ്ടിയിട്ട് അവർ യാഗം കഴിക്കണമെന്ന്, അപ്പോൾ കൊണ്ടുവരുമ്പോൾ നിശ്ചിതമായ ഒരു യാഗമാണ് കൊണ്ടുവരേണ്ടതെന്ന് തീർച്ചയായിട്ടും ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഇവരിങ്ങനെ ഒരു പ്രവൃത്തിക്ക് ഇവർ തുനിയത്തില്ല. പക്ഷെങ്കില് കായീൻ നിലത്തെ അനുഭവം കൊണ്ട് കൊണ്ടുവന്നു. ഒരു കാരണം, ശപിക്കപ്പെട്ട നിലത്തിൽ നിന്നുള്ളൊരു അനുഭവം കൊണ്ടാണ് കായീൻ വരുന്നത്. മറ്റൊരർത്ഥത്തില് എന്തുകൊണ്ടാണ് ദൈവം കായീന്റെ വഴിപാട് പ്രസാദിക്കാഞ്ഞത്? പല കാരണങ്ങളുണ്ട്. ദൈവം നോക്കുന്നത് അതേ ആരാധനക്കാരന്റെ ഹൃദയമാണ് നോക്കുന്നത്. യാഗപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ്? അവന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ കായീനിലും അവന്റെ യാഗത്തിലുമാണ് ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയാഞ്ഞത്. അപ്പോൾ അവന്റെ ഹൃദയം ദൈവത്തിന് പ്രസാദമായിരുന്നില്ല. അപ്പോൾ തന്നെയല്ല, കായീൻ വിചാരിച്ചു കാണും, എന്തിപ്പോ ഒരാടിന്റെ ആവശ്യം? പക്ഷെങ്കിൽ കായീന് ഒരു ആടിനെ അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ? സഹോദരന്റെ ഉണ്ടല്ലോ, ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവരാം. ഇതൊക്കെ നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നു. എങ്കിലും ദൈവം അവനെ വിട്ടുകളയുന്നില്ല. ദൈവം ഉടനെ വന്നൊരു വടിയൊക്കെ എടുത്തിട്ട് ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡോടെ വന്ന്, എന്താ കായീനെ നീ ചെയ്തത്? നിന്നെ ഞാൻ തുടച്ചു മാറ്റുക എന്നൊന്നും അല്ല. ദൈവത്തിന്റെ കായീനോടുള്ള അപ്രോച്ച് എന്തായിരുന്നു? നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില്. അപ്പോൾ ദൈവം പ്രസാദിച്ചില്ല എന്ന് കണ്ടപ്പോൾ തന്നെ കായീൻ എന്ത് സംഭവിച്ചു? 2 കാര്യം കായീന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പുറത്തു വന്നു. 1 കോപം, 2 അവന്റെ മുഖം വാടി. കോപം അവന്റെ സോളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്, അത് അവന്റെ മുഖത്ത് പ്രതിഫലിച്ചു. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും ദൈവം കായീനോട് ചോദിച്ചത് എങ്ങനെയാ? നീ എന്തിനാ കോപിക്കുന്നത്? നിന്റെ മുഖം എന്തിനാ വാടുന്നത്? അപ്പോൾ ദൈവം അകത്തേതും കണ്ടു, ദൈവം പുറത്തേതും കണ്ടു. എന്നിട്ട് ചോദിക്കുന്നു, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകത്തില്ലേ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. എത്ര സൗമ്യതയോടെ ഒരു പിതാവിന്റെ എത്ര വലിയ സ്നേഹത്തോടെ, എത്ര വിശാലമായ ഒരു ഹൃദയത്തോടെ ഒരു ദൈവം സംസാരിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവം ശിക്ഷിക്കുന്ന ദൈവം എന്ന് നമ്മൾ മുദ്രയടിക്കുമ്പോഴേ ഇതാ കായീനോട് മാതാവിന്റെ പിതാവിന്റെ ആദ്യ പുത്രനോടുള്ള ദൈവത്തിന്റെ സംഭാഷണമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവം എന്തുകൊണ്ട് നീ അത് കൊണ്ടുവന്നില്ല, എന്തുകൊണ്ട് നീ ഇത് കൊണ്ടുവന്നില്ല എന്നൊക്കെ നമ്മളിവിടെ പഠനം നടത്തുമ്പോഴും നമ്മൾ തലപകഞ്ഞ് ചിന്തിക്കുമ്പോഴും ദൈവത്തിന്റെ റെസ്പോൺസ് എന്താ? നീ എന്തിനാ കുഞ്ഞ് നിന്റെ മുഖം മാറുന്നത്? എന്തിനാ നീ പിണങ്ങിയിരിക്കുന്നത്? നമ്മളെ കുഞ്ഞ് നമ്മൾ പിണങ്ങി അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടെ നമ്മൾ ചോദിക്കത്തില്ലേ, എന്തിനാ പിണങ്ങുന്നത്? കുഞ്ഞ് നിനക്ക് എന്താ വേണ്ടത് എന്നൊരു അപ്പനും അമ്മയും ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഇവിടെ ദൈവം ചോദിക്കുന്നത്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകത്തില്ല. ഇഫ് യു ഓഫർ കറക്റ്റ്ലി, നീ കറക്റ്റായിട്ടൊരു ഓഫറിങ് കൊണ്ടുവന്നാല് വിൽ യു നോട്ട് ബി അക്സെപ്റ്റഡ്, നിന്നെ അംഗീകരിക്കത്തില്ലേ? മറ്റൊരു വാർണിംഗും കൂടെ കൊടുക്കുക, പാപം നീ സൂക്ഷിക്കണം കേട്ടോ. ഒരു പിതാവും മാതാവും തന്റെ മകനോടോ മകളോടോ പറയുന്നത് പോലെ പാപം വാതിൽക്കൽ കിടക്കുക, നീ വളരെ കെയർഫുൾ ആയിരിക്കണം. അതിന്റെ ആഗ്രഹം എപ്പോഴും, അതിന്റെ കണ്ണെപ്പോഴും നിങ്കല, നീ അതിനെ കീഴടക്കണം. കീഴടക്കില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും, തല്ലിക്കളയും, നിന്നെ ഞാൻ വീടിന് പുറത്താക്കും. ഇങ്ങനൊന്നുമുള്ള ഒരു വാക്കും ദൈവത്തിന്റെ അവിടെ കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. അപ്പോൾ എത്ര ഗ്രേഷ്യസ് ആയിട്ടാണ് ദൈവം കായീനോട് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് ദൈവം ചെയ്യുന്നത്? ഇപ്പം ഹി വാസ് ഇൻക്രെഡിബിളി ഗ്രേഷ്യസ്. അവന് ദൈവം അതിർത്തി വിട്ടും ആഴമേറിയ ഒരു വാക്കുകളാണ്, ലാവണ്യ വാക്കുകളാണ് കായീനോട് പറയുന്നത്. ദൈവം അവനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കാര്യം ചെയ്യാനായിട്ടുള്ള ഗൈഡൻസ് ദൈവം അവിടെ കൊടുക്കുന്നു. അല്ല, ദൈവം അവനെ ഇരുട്ടിലങ്ങ് ഇടുവല്ല. എനിക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇല്ല, ദൈവം അവന് ഇരുട്ടിലങ്ങ് തപ്പിത്തടയാൻ വിടുകയല്ല, അവന് നല്ലതായിട്ട് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക. ദൈവം അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക. ഏത് പാപിക്കും ദൈവം കൊടുക്കുന്ന വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം നമ്മളെ തെളിയിച്ചു തരുന്നു. ഇത് തുടങ്ങിയത് പുതിയ നിയമത്തിലല്ല, ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയത്. ഒരു സെക്കൻഡ് ചാൻസ് ദൈവം കായീന് കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നു. പാപത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ദൈവം കായീനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അത് നിന്നെ വിഴുങ്ങിക്കളയും, അതൊരു വൈൽഡ് ആനിമൽ പോലെയാ, അതൊരു നിഷ്ഠുരമായ ഒരു വലിയൊരു ജീവിയെ പോലെ, അത് നിന്നെ കീറിക്കളയും. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, നീ അതിനെ കീഴടക്കണം എന്ന്
ദൈവം കായിനോട് പറയാം, കായിൻ അതിനെ ഒരു പക്ഷെങ്കിൽ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവന് കീഴടക്കാനുള്ള എല്ലാ ഗ്രേസും കൃപയും ദൈവം കൊടുത്തേനെ. അവന്റെ ഹൃദയത്തിലെ കോപം അവൻ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവന് സ്വയമായിട്ട് ആ കോപത്തെ നീക്കാൻ കഴിയത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ അകത്ത് നമ്മൾ കോപിക്കരുത്, കയ്പുണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്, ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കഴിയില്ല. നീ ഫൊർഗീവ് ചെയ്യണം, നീ ക്ഷമിക്കണം. എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ഒരാൾ വന്നേച്ച് പറയാ, അത്ര കയ്പായിട്ട് നിന്നോട് ഇടപെട്ടു, നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്, നീ അങ്ങ് ക്ഷമിക്ക്. അസാധ്യമായ ഒരു കാര്യമാ ഒരു മനുഷ്യന്. അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. അത് ആഴമായിട്ട് ദൈവം അതിനൊരു ഗ്രേസ് തരണം. എന്നോട് ദൈവം ക്ഷമിച്ച ക്ഷമയെ കുറിച്ചൊരു റെവലേഷൻ എനിക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ എനിക്ക് വേറൊരാളോട് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. എന്റെ കടക്കാരോട് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന്. അവൻ നമ്മളോട് ക്ഷമിക്കുന്നത് മറ്റുള്ളവരിലേക്ക് പകരാൻ എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എത്ര കൃപയോടുകൂടി മനസ്സലിവോടുകൂടിയുമായി കായിനോട് ദൈവം സംസാരിക്കുന്നത്. ഹി വാസ് ഗിവിംഗ് ഹിം എ സെക്കൻഡ് ചാൻസ്. എന്നിട്ട് കായിന്റെ പ്രതികരണം ഇവിടെ ഏറ്റവും പ്രധാനം. 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സംസാരിക്കുക. 6, 7 വാക്യങ്ങളിൽ എന്നാറെ യഹോവ കായിനോട്, നീ കോപിക്കുന്നതെന്ത്, മുഖം വാടുന്നതെന്ത്, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകത്തില്ലേ, നീ നന്മ ചെയ്യുന്നെങ്കിൽ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അത് നിന്നെ കടിച്ച് കീറിക്കളയും, അതിന്റെ ആഗ്രഹം എപ്പോഴും നിന്നോടാണേ കുഞ്ഞെ, നീ അതിനെ കീഴടക്കണം എന്നൊക്കെ ദൈവം പറയുമ്പോഴും കായിൻ ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. കായിൻ ഇതൊന്നും കേട്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല. കായിൻ നേരെ തിരിഞ്ഞത് 8-ാം വാക്യം. എന്നാറേ ബട്ട്. കായിൻ എപ്പോഴും ബട്ട് അല്ലെങ്കിൽ എന്നാൽ എന്നുള്ള വാക്കൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അവൻ എങ്ങോട്ടാ തിരിഞ്ഞത്? അനിയന്റെ അടുക്കലേക്കാ തിരിയുന്നത്. കായിൻ തന്റെ അനുജനായ ഹാബേലിനോട് കോപം അകത്ത് വെച്ചിട്ട് ഹാബേലിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു. ദൈവം പറഞ്ഞതിന് ഒരു മുഖവിലയും അവൻ കൊടുത്തിട്ടില്ല. ഇതുപോലുള്ള എന്തെല്ലാം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവം എത്ര കരുണയോടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ എത്രമാത്രം നമ്മൾ മുഖവില കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ സാഹചര്യത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞിട്ടുള്ളത്. ദൈവത്തിന്റെ വചനത്തിലേക്കും അവന്റെ വാഗ്ദത്തത്തിലേക്കും നമ്മൾ തിരിയേണ്ടതിന് പകരം 4:8 വായിക്കുന്നു, എന്നാറെ കായിൻ തന്റെ അനുജനായ ഹാബേലിനോട്. ദൈവത്തോട് കായിൻ ഒന്നും പറയാനായിട്ടില്ല. എന്നാൽ ഞാൻ ഇന്നതുകൊണ്ടാ അങ്ങനെ ചെയ്തത്, എന്തെങ്കിലും ഒന്ന് പറയാ. അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് തോന്നുന്നു, എന്തെങ്കിലും ഒന്ന് പറയാ. ഒന്നുമില്ല. അത് കേട്ട ഭാവം പോലുമില്ല. ഹാബേലിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട് എന്താ പറയുന്നത്? നാം വയലിലേക്ക് പോകാം. നോക്കണം, അടുത്തൊരു വഞ്ചനയാ അവന്റെ വായിൽ നിന്ന് വരുന്നത്. അവനെ സോപ്പിട്ട് വിളിച്ച് സ്നേഹം നടിച്ച് അവനെ വിളിക്ക, നാം വയലിലേക്ക് പോകാം. അവർ വയലിലിരിക്കുമ്പോൾ കായിൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. ഇങ്ങനെ 2 വാക്യത്തിൽ ആ സംഭവത്തെ മുഴുവൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താണ് കായിനിൽ ആദ്യം തുടങ്ങിയത്? കോപം. ആ കോപം ക്രോധമായിട്ട് തീർന്നു. ആ ക്രോധം എന്തായി തീർന്നു? കൊലപാതകമായിട്ട് തീർന്നു. അതാണ് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ആ പ്രവൃത്തി ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കരുത് ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അറിയാതെ ചെയ്തു പോയത്. ഇല്ല, അത് ഹൃദയത്തിൽ ഓൾറെഡി അവിടെ നട്ട് തുടങ്ങിയതാ. ഹൃദയത്തിൽ ഓൾറെഡി അതിന്റെ വിത്തുണ്ട്. ആ വിത്തിൽ നിന്നാണ് അത് വളർന്ന് പുറത്തേക്ക് വരുന്നത്. ഞാൻ അറിയാതെ ചെയ്തു. ഒരിക്കലും നമ്മൾ അറിയാതെ ചെയ്യുന്നില്ല. നമ്മളതങ്ങനെ പറഞ്ഞു പഠിച്ച് ശീലിച്ചത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഇല്ല. അത് ഹൃദയത്തിനകത്തുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് നിലവിളിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് ആരെ കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ? അവനെ അടിക്കുകയും അവന്റെ പുറമുഴവുചാല് പോലെ കീറുകയും അവനെ നഗ്നനാക്കുകയും അവന്റെ ദാഹത്തെ ശമിപ്പിക്കാതിരിക്കുകയും അവന് കയ്പ് വെള്ളം കൊടുക്കുകയും അവനെ ദുഷിക്കുകയും അവനെ ഉപദ്രവിക്കുകയും അവന്റെ മാംസം അത് ഇറുന്ന് വീഴുന്നത് പോലെ അവനെ അടിക്കുകയും ചെയ്തവരെ നോക്കിക്കൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ദൈവം അപ്പോഴും കാണുന്നത് അവർക്ക് തിരിച്ചറിവില്ല. അവർക്ക് തിരിച്ചറിയുന്നില്ല. അവരുടെ ഹൃദയത്തിൽ വരുന്ന കോപം, അത് ക്രോധം, അതൊരു മർഡറായിട്ട് വരുന്നതിനെ കുറിച്ച് അവർക്ക് തിരിച്ചറിവില്ല.
അപ്പോഴും കർത്താവിന്റെ കരുണ അവിടെ കാണാൻ സാധിക്കുന്നു. ദൈവം യേശു അവർക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹാബേൽ നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ മെസ്സേജിന്റെ ഒടുവ് ഭാഗം ഞാൻ ഇപ്പോഴാദ്യം പറയാ, ക്രൂശ് എന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ക്രൂശ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കായീൻ എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്? ദൈവത്തിന്റെ കരുണയെ അവന് പുറന്തള്ളിക്കളഞ്ഞിട്ട് അവന്റെ കോപത്തെ അവൻ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഇത് കണ്ടപ്പോൾ അപ്പനും അമ്മയുമായ ആദമും അവയും അവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നോക്കി ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഒരമ്മ ഒരപ്പൻ എങ്ങനെയാ സഹിക്കുക? അവരത് കണ്ട് അവരുടെ ഡ്രീമും അവരുടെ പ്രതീക്ഷകളും എല്ലാം കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയിപ്പോയി. എല്ലാം അത് ചിതറിപ്പോയി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള വാഗ്ദത്തം എവിടെ ദൈവമേ എന്നുപോലും ഹവ്വ എവിടെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കില് അന്ന് അവർക്ക് ഒരു പടി കൂടി അവർക്ക് മനസ്സിലായി, ഞങ്ങൾ കാണിച്ച ഞങ്ങളുടെ അനുസരണക്കേടിന്റെ ഫലം ഇത്രമാത്രം ആഴമായിരുന്നോ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഒരുപക്ഷെ ആദം ഹവ്വ അന്ന് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. അവിടെയാണല്ലോ പാപത്തിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത്. അവരുടെ അനുസരണക്കേടിന്റെ ആദ്യത്തെ കുലപാതകം നടക്കുന്നത്, ആദ്യത്തെ മാർട്ടിയർ അവിടെയാണ് നമുക്ക് ഹാബേലിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത് യെരമ്യ 17:6 പറയുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമോ, അത് വിഷമുള്ളതാണ്, അത് ആരാഞ്ഞ് അറിയുന്നവൻ ആര്? ഇങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ദോഷപ്രവൃത്തി ചെയ്യുന്നത് ആദം ചെയ്ത പാപം കൊണ്ടല്ല. ആദം ചെയ്ത പാപം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉണ്ടായ ഒരു കാര്യം എന്താണെന്നറിയാമോ? ആദമിന്റെ പാപം നിമിത്തം മരണം എന്നിലേക്ക് വന്നു. അങ്ങനെയാണ് റോമർക്കെഴുതിയ ലേഖനം 5:12 വായിക്കുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും ആദം ഹവ്വ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അവര് ചെയ്തതിന്റെ ശിക്ഷ അവർക്ക് കിട്ടി. പക്ഷെങ്കില് അവര് ചെയ്ത അനുസരണക്കേടിന്റെ ഫലമായിട്ടൊരു മരണം ലോകത്തിലേക്ക് വന്നു. അത് ഞാനും നിങ്ങളും ക്യാരി ചെയ്യുന്നു. ആ മരണം എന്റെ നിങ്ങളുടെയും അകത്തുള്ളപ്പോൾ മരണത്തിൽ നിന്ന് പുറപ്പെടുന്നത് മരണത്തിന് ഉതകിയ പ്രവൃത്തിയെ പുറത്തോട്ട് വരത്തുള്ളൂ. ആ മരണം എന്റെ അകത്തുള്ളത് കൊണ്ടാണ് മരണത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ഞാനും നിങ്ങളും ചെയ്തു പോകുന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഹാബേലിനെ കുറിച്ചാണ് പറയുന്നത്. ഹാബേൽ ഈ ഒരു സംഭവത്തിൽ കൂടി രക്ഷയെ കുറിച്ച് പറയുന്നു. ഹാബേൽ ഈ ഒരു സംഭവത്തിൽ കൂടി രക്തത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നു. ഹാബേൽ എന്താണ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഹാബേൽ സംസാരിക്കുന്നതെന്നാണ് നമ്മളിവിടെ വായിച്ചത്. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വിതൗട്ട് ദ ഷെഡിങ് ഓഫ് ദ ബ്ലഡ് ദെർ ഈസ് നോ റെമിഷൻ ഓഫ് സിൻ. രക്തം കൂടാതെ പാപവിമോചനമില്ല. രക്തം കൂടാതെ, രക്തചൊരിച്ചിലില്ലാതെ പാപവിമോചനമില്ല. ദെർ ഈസ് നോ ഫോർഗിവ്നെസ് വിതൗട്ട് ഷെഡിങ് ഓഫ് ദ ബ്ലഡ് എന്ന് നമ്മൾ തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പൊ ഹാബേലിന് നമ്മളോട് ഇന്ന് പറയാനുള്ളത് അതാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി അല്ലാതെ എനിക്ക് നിങ്ങൾക്കും ഒരു പാപക്ഷമയില്ല. മറ്റൊന്ന് ഹാബേൽ നമ്മളോട് സംസാരിക്കുന്ന മറ്റൊരു കാര്യം, സ്വന്തം പ്രവൃത്തിയാൽ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവരുടെ യാഗം കാണിക്കുന്നത്, ഹാബേലും കായീനുന്റെ യാഗം കാണിക്കുന്നത് അവരുടെ ആരാധനയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിച്ച തരത്തില് കായീന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. സെക്കൻഡ് ചാൻസ് കൊടുത്തിടത്തും കായീന് തോറ്റുപോയി. അങ്ങനെ നമ്മളിവിടെ വായിക്കുന്നു, അതെ, ഉത്തമമായൊരു യാഗം ആര് കഴിച്ചു? ഹാബേല് കഴിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ ഉള്ളൊരു കാര്യം, എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ കടന്നു പോകുന്നത്? എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന് പ്രസാദമായിട്ട് കടന്നു? നമുക്ക് എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട്. ഒന്ന്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി മാത്രം, അവന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടി മാത്രം. മറ്റൊന്ന്, ഡോണ്ട് ട്രസ്റ്റ്
ഇൻ യുവർ ഗുഡ് വർക്ക്സ്. എന്റെ നല്ല പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിച്ച് അങ്ങോട്ട് പോകരുത്. അവനിൽ വിശ്വസിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഞാൻ നല്ല പ്രവൃത്തി ചെയ്യാൻ. ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ചാരിറ്റി കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്, നല്ലതായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ പ്രവൃത്തി കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ ഒരുങ്ങരുത്. കായീൻ ചെയ്തത് അതാണ്. ഞാൻ അധ്വാനിച്ചത്, എന്റെ കൈയുടെ പ്രവൃത്തി. ആടിനെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് നിന്നും തീറ്റി കൊടുക്കുന്നു, അതിനൊരു അധ്വാനമുണ്ട് എന്ന് പറഞ്ഞാലും അത് ഈ ശപിക്കപ്പെട്ട ഭൂമി കിളച്ച് അത് ഇളക്കി അതിന്റെ കല്ലും മണ്ണും എടുത്ത് അതിന്റെ കല്ലും ചപ്പും എടുത്ത് കളഞ്ഞ് അതിന് വെള്ളമൊഴിച്ച് അതിനകത്ത് വിത്തിട്ട് ഒരു വലിയ അധ്വാനം അവിടെ ഉണ്ട്. അവിടെ ഒരു വലിയ വിയർപ്പ് വീഴേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിയർപ്പ് വീണ ഒരു നല്ല അധ്വാനത്തെയാണ് കൊണ്ടുപോയി കായീൻ കൊണ്ടു കൊടുത്തത്. അത് ദൈവത്തിന് മനസ്സിലായി. കായീൻ ചിന്തിച്ചു, ആടിനെ കൊണ്ടുവന്നതിൽ നല്ലതാണ് എന്റെ വിയർപ്പ് അങ്ങോട്ട് കൊണ്ടുചെല്ലുന്നത്. ദൈവത്തിന് നമ്മുടെ വിയർപ്പും നമ്മുടെ അധ്വാനം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലാനായിട്ട് കഴിയത്തില്ല. പിന്നെയോ നമ്മുടെ രക്ഷയെ ഫോളോ ചെയ്യണം നമ്മുടെ നല്ല പ്രവൃത്തികൾ. ഗുഡ് വർക്ക് ഷുഡ് ഫോളോ. ഒബീഡിയൻസ്, അതാണ് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ അനുസരണം. രക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനുസരണം കടന്നു വരുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടാനായിട്ട് ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. ദൈവ വഴിയിൽ നമ്മൾ നടക്കണം. എപ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ടല്ല ഞാൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ കായീന് സംഭവിച്ചതാണ്. രണ്ട് തരത്തിലെ ആരാധനക്കാരെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുവൻ ലീഗലിസ്റ്റിക്, ഫാരസി, പരീശന്. മറ്റൊരുത്തന് അയ്യോ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അത് ദൈവാലയത്തിനകത്തു പോലും കടക്കാൻ കഴിയാതെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് ഒരു ചുങ്കക്കാരൻ നിന്നുകൊണ്ട് നിലവിളിച്ചു, പാപിയോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ച ആ ചുങ്കക്കാരനാണ് ഹാബേല്. എന്നാൽ അങ്ങ് ദൈവസന്നിധിയിൽ അങ്ങ് പോയി നിന്നിട്ട് ഒരു യഹൂദന്, ഒരു പരീശൻ പറഞ്ഞു, ഞാൻ ചൈത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, പള്ളി പണിഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയും നിരന്തരം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ ഇന്ന സമയത്ത് ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ ഉള്ളതിലെല്ലാം 10 കൊടുക്കുന്നുണ്ട്. അവനൊരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റും കൊണ്ടാണ് അവൻ പോയത്. രണ്ട് ആരാധനക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഒരു ദൈവാലയത്തിലേക്ക് കടന്നുപോയാൽ ജാതികൾക്കൊരു കോട്ട പുറത്തുണ്ട്, ഏറ്റവും പുറത്തുള്ള ഒരു കോട്ടുണ്ട്. അവിടെ ഒരു പ്രാകാരമുണ്ട്. ആ പ്രാകാരത്തിലാണ് അവർ ആടിനെയും പ്രാവിനെയും ഒക്കെ വെച്ച് വിറ്റുകൊണ്ടിരുന്നത്. കർത്താവ് യേശുക്രിസ്തു വന്ന് അതിനെല്ലാം അടിച്ചു പുറത്താക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. എന്താണ്? ജാതികള് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ ഇവന്മാർ തടസ്സമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഒരു ശുദ്ധീകരണം അവിടെ നടത്തിയത്. അങ്ങനെ പ്രാകാരത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ഹാബേലിനെയാണ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതാ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് അവിടെയും കടന്നു വരാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട് എന്ന് പറഞ്ഞ് കടന്നു വന്നൊരു കായീൻ, ഒരു പരീശനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇന്ന് നമ്മളുടെ ആരാധന എങ്ങനെയാ? ഉത്തമമായ ആരാധന. ഇവിടെ പറയുന്നു ഉത്തമമായ ഒരു ആരാധന. അതേ മേധസ് നല്ല തടിച്ച് കൊഴുത്ത ഒരു ആടിനെയും കൊണ്ട് ആണ് ഹാബേൽ വന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ കായീനെ കുറിച്ച് യൂദയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതെ, അവർക്കയ്യോ കഷ്ടം, അവർ കായീന്റെ വഴിയിൽ നടക്കും. ശ്രദ്ധിക്കണമേ, നമ്മളുടെ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഒരാഴ്ച ദൈവാലയത്തിൽ ചെന്നിട്ട് ചെയ്യുന്ന അതാണ് ആരാധന. നമ്മൾ ഓരോ സമയം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടേക്ക് ആരാധിക്കുക ചെയ്യുന്നത്. കായീന്റെ വഴിയിൽ നമ്മൾ ഒരിക്കലും കടന്നു വരരുത്. ഞാൻ നല്ലതൊക്കെ ചെയ്തിട്ടോ, എന്റെ പിതാക്കന്മാരുടെ പഠിപ്പിച്ച വഴിയിൽ നിന്നിട്ടോ അവിടെ ഒന്നും നമുക്ക് പോകാനായിട്ടില്ല. ദൈവം അവിടെ ഒന്നും ഒരു മാർക്കിടുന്നില്ല. ദൈവം പിന്നെയോ ഹാബേലിന്റെ ബലിയില് ദൈവം പ്രസാദിച്ചു, ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. കായീൻ ഒരിക്കലും റൈറ്റ് വേയിൽ കൂടെ അല്ല വന്നത്. കായീൻ ഒരിക്കലും ഇടുക്കമുള്ള വഴിയിൽ കൂടെ അല്ല കായീൻ വന്നത്. കായീൻ ഒരു വിശാല വാതിൽ കൂടി വരാനായിട്ടാണ് കായീൻ ആഗ്രഹിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 10 ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായിക നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടല്ല വരുന്നത്. നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. ഞാൻ പറയുന്ന വഴിയിൽ കൂടി നിങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ ഇല്ലാത്തവര് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ആരാധന
എനിക്ക് താല്പര്യവുമില്ല. എന്റെ ആടുകൾ എന്നെ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ ആരാധനയാണ് ദൈവത്തിന് പ്രസാദം. എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ വഴിപാടാണ് ദൈവത്തിന് പ്രസാദം. ഞാൻ അവയെ അറിയുകയും അവയെ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവരെയാണ് ദൈവം അറിയുന്നത്. തിരുവചനത്തിൽ നമുക്ക് മത്തായി സുവിശേഷത്തിലൊക്കെ വായിക്കാൻ സാധിക്കുന്നു. അന്ന് ധാരാളം പേര് പറയും, ഞങ്ങൾ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്ന് നമ്മൾ ചിലതൊക്കെ പ്രഖ്യാപിച്ച് നടക്കുന്നവരാണോ, ആത്മീയ നടിച്ചു നടക്കുന്നവരാണോ? ആർ വി ദ പ്രൊഫസേഴ്സ് ഓർ ആർ വി ദ പൊസസേഴ്സ്? നമ്മള് ദൈവം നമുക്ക് തരുന്ന കൃപയെ പൊസസ് ചെയ്യുന്നവരാണോ, അതോ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവരാണോ? ദൈവം തരുന്ന കൃപയെ അനുഭവിച്ച് നടക്കുന്നവരാണോ, അതോ ഞാൻ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന എന്റെ സ്ഥാനത്തെ ബഹുമാനിച്ച് നിൽക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ ഹാബേലിന്റെ വഴിപാട് ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹാബേൽ ഒരു ആട്ടിടയനായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു എന്ന്. ഹാബേൽ പറഞ്ഞു, ഇങ്ങനെ ഒരു ചിന്തകൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹാബേൽ കൊണ്ടുവന്ന വഴിപാട് ദാറ്റ് വാസ് മോർ ദാൻ ഇനഫ് ഈവൻ ഫോർ കെയിൻ ഓൾസോ. കായിന് വേണ്ടിയിട്ടും അത് മതിയായതായിരുന്നു. കായിൻ മനം തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ കായിന്റെ പാപത്തെയും കായിന്റെ കോപത്തിനും കായിന്റെ അസൂയയ്ക്കും കായിന്റെ കുശുമ്പിനും ഒക്കെ ആ യാഗം മതിയായിരുന്നു. പക്ഷെ കായിന് വേണ്ട. ഹാബേലിന്റെ വഴിപാട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്തെ സൂചിപ്പിക്കുന്നു. ഹാബേല് തന്റെ സഹോദരനാൽ വെറുക്കപ്പെട്ടു, അസൂയ അനുഭവിക്കപ്പെട്ടു എന്നതുപോലെ കർത്താവ് യേശു ക്രിസ്തു തൻ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തനിക്ക് ചുറ്റുമുള്ള യഹൂദന്മാരാൽ അവൻ വെറുക്കപ്പെട്ടു, അവർ അസൂയ മൂത്തു എന്നുള്ളത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. ഹാബേല് മാർട്ടിയർഡായി തന്റെ സഹോദരനാൽ അവൻ കൊല്ലപ്പെട്ടു എന്നതുപോലെ കർത്താവ് യേശു ക്രിസ്തു യഹൂദന്മാരുടെ കയ്യാല് തന്റെ സ്വന്തം സൃഷ്ടികളാൽ തന്നെ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഹാബേൽ അവിടെ കരയുന്നു ദൈവസന്നിധിയില്, എന്നാൽ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തവും കരയുന്നു. ഹാബേൽ നീതിക്ക് വേണ്ടിയിട്ടാണ് കരയുന്നത്, എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളോട് കരുണ തോന്നണമേ എന്നാണ് അവിടെ കരയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഹാബേല് ഇപ്പോഴും സംസാരിക്കുന്നു. എന്താണ് ഹാബേല് സംസാരിക്കുന്നത്? ഹാബേല് സംസാരിക്കുന്നത് ശരിയായ ആരാധനയെ കുറിച്ച് സംസാരിക്കുന്നു. ഹാബേല് സംസാരിക്കുന്നത് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ആരാധിക്കണമെന്ന്. ഹാബേലിന്റെ നീതി സംസാരിക്കുന്നു. ഇപ്പോൾ ഹാബേലിന്റെ സ്വഭാവം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഹാബേല് സംസാരിക്കുന്നു, പാപത്തിനൊരു അനന്തരഫലമുണ്ട് എന്ന് ഹാബേലിന്റെ വഴിപാട് നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഹാബേലിന്റെ വഴിപാടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവസന്നിധിയിൽ ഏറ്റവും ഉത്തമമായത് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ഹൃദയം എന്താകുന്നു എന്നുള്ളത് ചോദന ചെയ്യണമെന്ന് ഹാബേലിന്റെ വഴിപാടിന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. രണ്ടു തരത്തിലെ ആരാധന ഉണ്ട് എന്നുള്ളതും അതിനെ വേർതിരിച്ച് അറിയണമെന്നുള്ളതും ഹാബേലിന്റെ വഴിപാട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ശമര്യക്കാരത്തി സ്ത്രീയോട് എന്താണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്? നിനക്ക് ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അപ്പോൾ ആ സ്ത്രീയെ ഒരു ചീത്തയായിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ മുദ്ര കുത്തി പറയുന്നത്. ഒരിക്കലും ആ സ്ത്രീയോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ല, ഇനിമേൽ നീ പാപം ചെയ്യരുതെന്ന്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞതുപോലെയുള്ളൊരു സംഭാഷണം ഇവിടെ കാണുന്നില്ല. എന്നാൽ ശമര്യക്കാരത്തിൽ സ്ത്രീയോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ആരാധനയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറവ്, അവൾ അറിയാത്തതിനെ ആരാധിക്കുകയായിരുന്നു ചെയ്തത്. അവൾ അറിയുന്നതിനെ ആരാധിക്കണം. പിതാവ് ആത്മാവിലും സത്യത്തിലും, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ആ മധ്യസ്ഥനുമല്ല ഈ മധ്യസ്ഥനുമല്ല, ഈ പള്ളിയുമല്ല ആ പള്ളിയുമല്ല, പിന്നെയോ അവനെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ് ശമര്യക്കാരത്തി സ്ത്രീയോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇവിടെ ഹാബേലിന്റെ വഴിപാട് നമ്മളെ പഠിപ്പിക്കുന്നത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. ഹാബേലിന്റെ വഴിപാട് നമ്മളെ പഠിപ്പിക്കുന്നു ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഹാബേലിന്റെ വഴിപാട് നമ്മളെ പഠിപ്പിക്കുന്നു നമുക്കൊരു പെർസിക്യൂഷൻ ഉണ്ട്, ആരാധനക്കാരൻ എപ്പോഴും ഉപദ്രവം അടുത്തു നിൽപ്പുണ്ട് എന്ന് നമ്മളെ ഹാബേലിന്റെ വഴിപാട് പഠിപ്പിക്കുന്നു. ഹാബേലിന്റെ വഴിപാട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ അകത്തുള്ള
കോപം, അസൂയ അത് പുറത്തു വരും. അതിനൊരു പ്രവൃത്തി ചെയ്യും. അതിനൊരു അനന്തരഫലവും അതിനൊരു മരണവുമുണ്ട് എന്ന് ആബേലിന്റെ ജീവിതം നമ്മളോട് സംസാരിക്കുന്നു. ആബേലിന്റെ ജീവിതം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസം നിത്യമാണ്, അത് ഇറ്റേണിറ്റിയാണ്. ദൈവം ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. രണ്ടാമതും നമുക്ക് തരുന്ന ചാൻസ് ദൈവം തരുന്നു എന്ന് ആബേലിന്റെ വഴിപാട് നമ്മളോട് സംസാരിക്കുന്നു. ആബേൽ ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? നമ്മൾ എത്ര കാലം കാണും? നമ്മുടെ ജീവിതം സ്പാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ തലമുറയോട് സംസാരിക്കട്ടെ. ഒരു നല്ല ലെഗസി വെച്ചിട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ തലമുറകള് ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് അവരിടയാകട്ടെ. നിത്യതയെക്കുറിച്ചൊരു ബോധ്യം നമ്മുടെ തലമുറകളുടെ കൈമാറാൻ നമുക്ക് ഇടയാവട്ടെ. സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവളുടെ കൈ, അവിടെ ബുദ്ധിയുള്ള സ്ത്രീയെ കുറിച്ച്, ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം 31 വായിക്കുന്നു, അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. അവളുടെ പ്രവൃത്തിയാണ് വാക്കായിട്ട് പിന്നെ വരുന്നത്. ഇന്ന് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ശബ്ദം ഈ ഭൂമിയിൽ മുഴങ്ങട്ടെ. ഹാബേൽ ഇന്ന് സംസാരിക്കുന്നത് പോലെ നമ്മളെക്കുറിച്ച് നല്ലത് സംസാരിക്കുവാൻ, നമ്മളെക്കുറിച്ച് വിശ്വാസം സംസാരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ റിഡംഷൻ സംസാരിക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ക്രൂശിലേക്ക് നോക്കിക്കേ, ഹിന്ദുമാർ രക്തം നമ്മളോട് സംസാരിക്കുന്നു. ഇന്നും ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നു. എന്താണ് ഇന്നും ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നത്? ഇവൻ ചെയ്തത് ഇന്നെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇന്നും ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നു. അതെ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സ്വർഗത്തിലേക്കുള്ള ഒരു വഴി നിനക്ക് വേണ്ടിയിട്ട് ഇന്നും തുറക്കപ്പെട്ടിട്ടുണ്ട്. ക്രൂശ് നമ്മളോട് സംസാരിക്കുന്ന ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്ന് ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നു. ക്രൂശ് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? അവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അതെ, യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം. ക്രൂശിന് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഇന്നും ദൈവം നമുക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നു. അതെ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, എന്റെ നല്ല പ്രവൃത്തിക്ക് വേണ്ടി, എന്റെ നല്ല നടപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവനോട് അടുക്കുവാൻ വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു. എന്താ ഇന്ന് നമ്മളോട് ക്രൂശ് സംസാരിക്കുന്നത്? നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാനായിട്ട് ക്രൂശ് സംസാരിക്കുന്നു. ആ ഹാബേല് സംസാരിക്കുന്നത് 4-ാം വാക്യത്തില് നമ്മൾ വായിച്ചു, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരണശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിന് ശേഷവും വിശ്വാസത്താൽ ഒരു സംസാരം, വിശ്വാസത്താൽ അതെ നമ്മുടെ ജീവിതം നമ്മുടെ തലമുറകളോട് സംസാരിക്കട്ടെ. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ, കൃപ നൽകട്ടെ.